Today we are going to discuss the poem Australia written by A.D Hope. He was an Australian poet and a well-known critic. Hope was an academic classicist and actively anti-modernist poet. He was referred to in an American journal as the 20th century's greatest 18th century poet. അതായത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 18-ാം നൂറ്റാണ്ട് കവിയായിരുന്നു അദ്ദേഹം എന്നാണ് ഒരു അമേരിക്കൻ ജേർണലിൽ A.D ഹോപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നൗ ഐ വിൽ ഗിവ് യു എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദിസ് പോയം ഓസ്ട്രേലിയ. This poem, Australia, is a criticism of many aspects of his country, Australia, including its culture, history, and land. This poem is a serious criticism against Australian culture and its civilization. Australian culture is a borrowed culture from Europe. It has not flourished well and there is an intellectual barrenness and backwardness of civilization. അതായത് ഈ ഒരു പോയം വായിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ഓസ്ട്രേലിയയിൽ ആഫ്റ്റർ ദ കോൺക്വസ്റ്റ് ഓഫ് നമ്മുടെ ഓസ്ട്രേലിയ യൂറോപ്പിൻ്റെ കൾച്ചർ ബോറോ ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം ഏതൊരു രാജ്യത്തിനും അതിൻ്റെതായ കൾച്ചറുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ വേറൊരു രാജ്യത്തിൻ്റെ കൂടെയും കൾച്ചർ കൂടി ചേർന്നാൽ അതെന്താവില്ല, പെട്ടെന്ന് അത് വളരാൻ ചാൻസ് ഇല്ല. അതുപോലെയാണ് ഇവിടെ ഓസ്ട്രേലിയൻ്റെ കൾച്ചർ ഇപ്പോൾ യൂറോപ്പിൻ്റെ കൾച്ചർ ബോറോ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് വെൽ ഫ്ലോറിഷ്ഡ് വെൽ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നൗ ഓസ്ട്രേലിയ ഈസ് എ കൾച്ചർലെസ് കൺട്രി ആയിട്ടാണ് കാണുന്നത്. അത് ആ ഒരു രാജ്യത്തേനെ പുറകോട്ടാക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഒരു യൂറോപ്യൻ ഒരു വിദേശ സംസ്കാരം അവിടുത്തെ ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇനി നമുക്ക് പോയം ഒന്ന് നോക്കാം. A nation of trees, drab green and desolate grey in the field uniform of modern wars, darkens her hills, those endless outstretched paws of sphinx demolished or stone lion borne away. ഇവിടെ നാഷൻ നമ്മുടെ ഓസ്ട്രേലിയയാണ്. പോയിട്ട് ഓസ്ട്രേലിയയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നിറം മങ്ങിയ മരങ്ങളുള്ള നാടായിട്ടാണ്. ഡ്രാബ് ഗ്രീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെയിൽ ഗ്രീൻ, അതായത് വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ഗ്രീൻ കളറിനെയാണ്. ആൻഡ് ഡിസോലേറ്റ് ഗ്രേ എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ഡിസോലേറ്റ് വിച്ച് മീൻസ് ബ്ലീക്ക്, ഇരുണ്ട ഗ്രേ. എനിക്ക് തോന്നുന്നു ഇവിടെ റോക്സ്, പാറക്കല്ലിനെയാണ് ഇവിടെ പറയുന്നത് എന്ന്. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? ഒരുപാട് മരങ്ങളുള്ള നാടാണ് നമ്മുടെ ഓസ്ട്രേലിയ. എന്നാൽ ആ മരങ്ങളുടെ കളർ എന്തായിട്ടുണ്ട്? പെയിൽ ഗ്രീൻ ആയിട്ടുണ്ട്. അതുമാത്രമല്ല അവിടെ ഡിസോലേറ്റ് ഗ്രേ, അതായത് റോക്സും ഉണ്ട്. ഇത് രണ്ടും കാരണം അവിടുത്തെ ഹിൽസ്, അതായത് ഗ്രീനിഷ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിൽസൊക്കെ ഇപ്പോൾ എന്തായി, എന്ത് കളറിലായിട്ടുണ്ട്? ഡാർക്കൻ കളറിലായി മാറിയിട്ടുണ്ട്. The poet describes Australia as a nation of trees, drab green and desolate grey that darkens her hills. He sees Australia as a country that is bleak and almost colorless and dull. ഓസ്ട്രേലിയ ഒരു കളർലെസ് ആയിട്ടുള്ള, പ്രതീക്ഷകളില്ലാത്ത ഒരു നാടായിട്ടാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. ഇൻ ദ ഫീൽഡ് യൂണിഫോം ഓഫ് മോഡേൺ വാർസ്, ഇവിടെ ഫീൽഡ് വാർഫീൽഡാണ്, യുദ്ധഭൂമി. അപ്പോൾ യൂണിഫോം ആരുടേതായിരിക്കും? മിലിറ്ററി യൂണിഫോംസ് ആയിരിക്കും. ഓസ്ട്രേലിയയുടെ മിലിറ്ററി യൂണിഫോംസ് ശ്രദ്ധിച്ചവർക്കറിയാം അതിൻ്റെ ഒരു കളർ ഷെയ്ഡായിട്ട് വരുന്നത് ഗ്രേ ആൻഡ് ഗ്രീൻ ആണ്. ഒരു യുദ്ധം കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എവിടെ നോക്കിയാലും മരണങ്ങൾ, ഇഞ്ചുറി, സെക്ഷൽ വയലൻസ്, മാൽന്യൂട്രീഷൻ, ഇൽനെസ് ആൻഡ് ഡിസേബിലിറ്റി ആർ സം ഓഫ് ദ മോസ്റ്റ് ത്രെറ്റനിങ് കോൺസിക്വൻസ് ഓഫ് വാർ. ആളുകളുടെ മനസ്സിൽ എന്തായിരിക്കും? ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു പ്രതീക്ഷകളില്ലാത്ത ദിവസങ്ങളായിരിക്കും അല്ലേ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പോയറ്റ് ഓസ്ട്രേലിയ നിറം മങ്ങിയ മരങ്ങളുള്ള നാടായിട്ട് പറഞ്ഞത്? ഇത്തരത്തിലുള്ള വാറുകൾ കാരണം ആയിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയ എന്തായി മാറിയിരിക്കുകയാണ്? ഒരു കളർലെസ് ആയിട്ടുള്ള, ഒരു ഡള്ളായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇൻ ദ ഫീൽഡ് യൂണിഫോം ഓഫ് മോഡേൺ വാർസ്, പൊതുവെ മോഡേൺ വാർസ് അല്ലെങ്കിൽ യുദ്ധത്തിൽ തൻ്റെ രാജ്യത്തിന് വേണ്ടി മിലിറ്ററി ഫോഴ്സ് എല്ലാം ഒറ്റക്കെട്ടായിട്ട് പോരാടാറുണ്ട്. എന്നാൽ ഇവിടെ ഓസ്ട്രേലിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം മോഡേൺ വാർസിന് അല്ലെങ്കിൽ മിലിറ്ററി ഫോഴ്സിനെ ഇവിടെ കമ്പയർ ചെയ്യുന്നത് സ്ഫിങ്സുമായിട്ടാണ്. The Sphinx was a figure from Egyptian myths which have the body of lion and head of a human being and wings of a bird. ഈജിപ്ഷ്യൻ മിത്സിലെ ഒരു ഫിഗറാണ് ഈ സ്ഫിങ്സ് എന്ന് പറയുന്നത്. അതിന് ലയൻ്റെ ബോഡിയാണ്, തല എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പോലെയാണ്. അതുപോലെ ബേഡ്സിനുള്ള വിങ്സും അതിനുണ്ട്.
ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു മേസ്ലേഴ്സ് ആയിട്ടുള്ള ഒരു ട്രെച്ചറസ്, ഒരു വഞ്ചകനായിട്ടുള്ള ഒരാളാണ്. ഒരു പെണ്ണായിട്ടാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഇത് ആളുകളുടെ അടുത്തേക്ക് പോകും, ആളുകളുടെ ഒരു റിഡൽ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യന് അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിനെ വളരെ ക്രൂരമായിട്ട് കൊല്ലുകയും അതിനെ ഭക്ഷിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ സ്ഫിങ്സ്. അതായത് നമുക്ക് മനസ്സിലാകുന്നത് ഭയങ്കര പവറായിട്ടുള്ള, നല്ല ക്രൂവലായിട്ടുള്ള, ഒരു മേസിലെസ് ആയിട്ടുള്ള, ഒരു ട്രെച്ചറസ് ആയിട്ടുള്ളൊരു ഫിഗറായിട്ടാണ് അല്ലേ. എന്നാൽ ഇവിടെ ഓസ്ട്രേലിയൻ വാർസിനെ, മോഡേൺ വാർസിനെ അല്ലെങ്കിൽ മിലിറ്ററി ഫോഴ്സിനെ കമ്പയർ ചെയ്യുന്നത് സ്ഫിങ്സ് ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള സ്ഫിങ്സിനായിട്ടാണ്. അല്ലെങ്കിൽ സ്റ്റോൺ ലെയിൻ വോൺ അവേ വിച്ച് മീൻസ് ദാറ്റ് വീക്കായിട്ടുള്ള സ്ഫിങ്സുമായിട്ടാണ് ഇവിടുത്തെ ഓസ്ട്രേലിയൻ മിലിറ്ററി ഫോഴ്സിനെ ഇവിടെ പോയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത്. ദിസ് കമ്പാരിസൺ കുഡ് ബി ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ദ ഓതേഴ്സ് വിഷൻ ഓഫ് ഓസ്ട്രേലിയ. They call her a young country, but they lie. She is the last of lands, the emptiest, a woman beyond her change of life, a breast still tender, but within the womb is dry. Here, Australia is compared with a woman. അവർ വിളിക്കുന്നത് ഓസ്ട്രേലിയനെ ഒരു യങ് കൺട്രി, യുവത്വമുള്ള രാജ്യം എന്നാണ്. ബട്ട് ദേ ലൈ, പക്ഷെ അവർ കളവ് പറയുകയാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ യങ് കൺട്രി. ഷീ ഈസ് ദ ലാസ്റ്റ് ഓഫ് ലാൻഡ്സ്, അവൾ ഏറ്റവും അവസാനത്തെ രാജ്യമാണ്. ദ എംറ്റിയസ്റ്റ്, ഏറ്റവും കാലിയായി കിടക്കുന്നത്, എംറ്റി ആയി കിടക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ അത്. അതായത് ലൈക്ക് എ ഓൾഡ് ലേഡിയെ പോലെ ആയിട്ടുണ്ട്. അവർ പറയുന്നത് ഓസ്ട്രേലിയ ഈസ് എ കൺട്രി റിച്ച് ഇൻ എവറിത്തിങ്, ദ ബ്യൂട്ടി ഓഫ് നാച്ചർ, സെവറൽ ആസ്പെക്ട്സ് ലൈക്ക് ട്രീസ്, പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ഹിൽസ്, വാട്ടർ. യെസ്, അവരെ കാണുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ആൻഡ് യങ് കൺട്രി. പക്ഷേ അത് അങ്ങനെയൊന്നുമല്ല, ഉള്ളിലോട്ട് നോക്കുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് ലൈൻസ് നോക്കിക്കേ. എ വുമൻ ബിയോണ്ട് ഹെർ ചേഞ്ച് ഓഫ് ലൈഫ്, വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന, ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. എ ബ്രസ്റ്റ് സ്റ്റിൽ ടെൻഡർ, ഇവിടെ ബ്രസ്റ്റ് സ്റ്റിൽ ടെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ത്രീയുടെ എക്സ്റ്റേണൽ ബ്യൂട്ടിയാണ്. ആ കുട്ടിക്ക് വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ഷീ ഈസ് സ്റ്റിൽ യങ്, ബട്ട് വിത്തിൻ ദ വോംബ് ഈസ് ഡ്രൈ, അവളുടെ ഗർഭപാത്രം ഉണങ്ങിയതാണ്. വോംബ് ചെയ്യുന്ന ഗർഭപാത്രം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെൻ വി ലുക്ക് അറ്റ് ദ യങ് ലേഡി, നമുക്ക് എന്ത് തോന്നും? യെസ്, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ കാണുന്ന ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടിയാണ്. പക്ഷേ നമ്മൾ ഒന്നുകൂടി ആഴ്ന്നിറങ്ങി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അവളുടെ ഇൻറ്റേർണൽ ബ്യൂട്ടിയൊക്കെ അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയുടെയും അവസ്ഥ. കാണുന്ന ആളുകൾക്ക് ഇതൊരു യങ് കൺട്രിയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലോട്ട് വന്ന് കഴിയുമ്പോൾ, ആ രാജ്യത്തിൻ്റെ ഉള്ളിലെത്തുമ്പോൾ നമുക്ക് പല സത്യങ്ങളും അവിടെ മനസ്സിലാക്കുന്നു. തേർഡ് സ്റ്റാൻസ നോക്കൂ. Without songs, architecture, history, the emotions and superstitions of younger lands, her river of water drowned among inland sands, the river of her immense stupidity. നമുക്കറിയാം ഓരോ രാജ്യത്തിനും അവരുടേതായ രീതിയിലുള്ള ചരിത്ര പുരാണങ്ങളുണ്ടാകും, ചരിത്ര നിർമ്മിതമായ ബിൽഡിങ്സ്, കെട്ടിടങ്ങളുണ്ടാകും, സ്വന്തമായിട്ടൊരു നാഷണൽ ആന്തം അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഓസ്ട്രേലിയ, ഷീ ഈസ് വിത്തൗട്ട് സോങ്സ്, ആർക്കിടെക്ചർ ആൻഡ് ഹിസ്റ്ററി ആൻഡ് ദ ഇമോഷൻസ് ആൻഡ് ദ സൂപ്പർസ്റ്റിഷൻസ് ഓഫ് യങ്ങർ ലാൻഡ്സ്. ഒരു രാജ്യത്തിനും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. തൻ്റെ രാജ്യം നല്ല രീതിയിലെത്തുക, സിവിലൈസ്ഡ് ആവുക, എല്ലാ കൊണ്ടും സമ്പന്നം ആവുക എന്നുള്ളൊരു ആഗ്രഹം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഓസ്ട്രേലിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഷി ലാക്സ് ദ ഇമോഷൻസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ് ഓഫ് യങ്ങർ ലാൻഡ്സ്. ഹർ റിവർ ഓഫ് വാട്ടർ ഡ്രൗൺ എമംഗ് ഇൻലാൻഡ് സാൻഡ്സ്, അവളുടെ നദികൾ അകത്തുള്ള മണലാരണ്യങ്ങളിലേക്കാണ് ഒഴുകുന്നത്. ആൻഡ് ദ റിവർ ഓഫ് ഹെർ ഇമ്മൻസ് സ്റ്റുപ്പിഡിറ്റി, എന്താ പറയുന്നത്? ദ റിവർ ഈസ് ഫുൾ ഓഫ് സ്റ്റുപ്പിഡിറ്റി ആസ് ഇറ്റ് ഡസ് നോട്ട് നൗറിഷ് എനിത്തിങ്. ആ നദികൾ നിറയെ എന്താണ്? മാലിന്യങ്ങളാണ്. ആ നദിയിലെ വെള്ളം കൊണ്ട് ഒരാൾക്കും ഒരു ഉപകാരവുമില്ല, അത് ഒന്നിനെയും പരിപോഷിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻസ 3. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദ എഫക്റ്റ് ഓഫ് കൊളോണൈസേഷൻ. ആഫ്റ്റർ ദ കോൺക്വസ്റ്റ് ഓഫ് യൂറോപ്യൻ, നൗ ഓസ്ട്രേലിയ ഇസ് എ കൾച്ചർലെസ് കൺട്രി. അതുകൊണ്ട് തന്നെ അതിന് സ്വന്തമായിട്ടൊരു ഹിസ്റ്ററിയോ അല്ലെങ്കിൽ അതിൻ്റെ കൾച്ചറൽ ലാൻഡും ഒന്നും അതിന് മുറുകെ പിടിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ഓസ്ട്രേലിയ ഇപ്പോൾ യൂറോപ്പിന് അടിമപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഒരു തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഫ്ലഡ്സ് ഹെർ മോണോട്ടോണസ് ട്രൈബ്സ് ഫ്രം കൈൻസ് ടു പെർത്ത്, ഇൻ ദം അറ്റ് ലാസ്റ്റ് ദ അൾട്ടിമേറ്റ് മെൻ അറൈവ്, ഹൂസ് ബോസ്റ്റ് ഇസ് നോട്ട്
We live but we survive. A type who will inhabit the dying earth. മൊണോട്ടോണസ് എന്ന് പറയുമ്പോൾ ഒരേ തരം കെയ്ൻസ് മുതൽ പെർത്ത് വരെ താമസിക്കുന്നത് മൊണോട്ടോണസ് ട്രൈബ്സ് ആണ്. അവരിലേക്ക് ആര് വന്നു? അൾട്ടിമേറ്റ് മെൻ, അതായത് ബ്രിട്ടീഷ് പീപ്പിൾ വന്നു. അതായത് ബ്രിട്ടീഷ് പീപ്പിളെ കാണിക്കുന്നത് ബോസ്റ്റ് ആയിട്ടാണ്, പൊങ്ങച്ചക്കാരായിട്ടാണ്. അതിനുശേഷം അവിടുത്തെ നാറ്റീവ് പീപ്പിൾ വിൽ ലീവ് ബട്ട് വി സർവൈവ്. ഞങ്ങൾ ജീവിച്ചു, പക്ഷേ അതെന്തായിരുന്നു? അതിജീവനമായിരുന്നു. എ ടൈപ്പ് ഹൂ വിൽ ഇൻഹാബിറ്റ് ദ ഡൈങ് എർത്ത്. ഡൈങ് എർത്തിൽ താമസിക്കുന്ന ഒരു തരം ആളുകൾ മാത്രം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ഓസ്ട്രേലിയ ആണ്. കൊളോണൈസേഷൻ ബൈ ദ ബ്രിട്ടീഷ് ക്രിയേറ്റഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദ ഓസ്ട്രേലിയൻ നാറ്റീവ് പീപ്പിൾ വിൽ ലീവ് ബട്ട് വി സർവൈവ്. അവരുടെ കണ്ടീഷൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവ്. എന്താണ് ലിവിങ്ങിൻ്റെയും സർവൈവിങ്ങിൻ്റെയും വ്യത്യാസം? ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാം. എന്നാൽ സർവൈവ് എന്ന് പറയുന്ന അവിടെ നമ്മുടെ ലക്ഷ്യം എന്ത് മാത്രമാണ്? നമ്മുടെ ജീവൻ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് സർവൈവിൻ്റെ ഉദ്ദേശം. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി ഈ ഒരു സ്റ്റാൻസയിൽ നിന്ന്? ആഫ്റ്റർ ദ കമ്മിങ് ഓഫ് ബ്രിട്ടീഷ് പീപ്പിൾ അവരെന്ത് മാത്രമായിരുന്നു? അവരവിടെ സർവൈവ് ചെയ്ത് പോവുക മാത്രമായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻസയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. And her 5 cities, like 5 teeming sores, each drains her, a vast parasite robber state, where second-hand Europeans pullulate timidly on the edge of alien shores. The 5 cities ഏതൊക്കെയാണ്? മെൽബൺ, സിഡ്നി, കാൻബറ, പെർത്ത് ആൻഡ് അഡലേഡ് എന്നിവയാണ് ഈ 5 സിറ്റീസ്. ഈ 5 സിറ്റീസ് എന്തിനെ പോലെയാണ് നമ്മുടെ ഓസ്ട്രേലിയക്ക്? ലൈക്ക് ടീമിങ് സോർസ്, തിളച്ചു മറിയുന്ന വ്രണങ്ങൾ പോലെയാണ്, അതായത് പൊട്ടിയൊലിക്കുന്ന മുറിവുകൾ പോലെയാണ് ഈ ഒരു 5 സിറ്റീസ്. ഈച്ച് ഡ്രെയിൻസ് ഹർ, ഓരോ സിറ്റിയും നമ്മുടെ ഓസ്ട്രേലിയയെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. എ വാസ്റ്റ് പാരസൈറ്റ് റോബർ, എന്താ പറയുന്നത്? ഓസ്ട്രേലിയ അത് കള്ളന്മാരുടെ നാടാണ്. ഇവിടെ പാരസൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻസിനെയാണ്. വേർ സെക്കൻഡ് ഹാൻഡ് യൂറോപ്യൻസ് പുലുലേറ്റ്. സെക്കൻഡ് ഹാൻഡ് അതായത് അവിടുത്തെ ആൾക്കാർ, അതായത് ഈ 5 സിറ്റീസിൽ താമസിക്കുന്ന ആൾക്കാർ രണ്ടാം കിട യൂറോപ്യൻസ് ആണ്. അതായത് അവിടെ നാറ്റീവ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം അവിടെ താമസിക്കുന്നത്. ആൻഡ് പുലുലേറ്റ്, അവരവിടെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ടിമിഡ്ലി ഓൺ ദ എഡ്ജ് ഓഫ് ഏലിയൻ ഷോർസ്. ഇവിടെ ഏലിയൻ എന്നുകൂടി ഉദ്ദേശിക്കുന്നത് ഫോറിൻസ്, അതായത് വിദേശികളെയാണ്, അതായത് യൂറോപ്യൻസിനെയാണ്. അവർ അവിടെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. In the 5th stanza, Hope wrote that European were robbers who Australia's natural resource. ഓസ്ട്രേലിയയുടെ നാച്ചുറൽ റിസോഴ്സ് ഒക്കെ മോഷ്ടിക്കുന്ന കള്ളന്മാരാണ് യൂറോപ്യൻസ് എന്നാണ് ഈ ഒരു സ്റ്റാൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇൻ ഷോർട്ട് നമുക്ക് എങ്ങനെ പറയാം? ഓസ്ട്രേലിയയിലോട്ട് യൂറോപ്യൻസ് വരികയും അങ്ങനെ പൊതുവെ അവിടുത്തെ നാറ്റീവ്സിൻ്റെ പോപ്പുലേഷൻ കുറയുകയും യൂറോപ്യൻസിൻ്റെ പോപ്പുലേഷൻ അവിടെ കൂടുകയും അങ്ങനെ അവരവിടുത്തെ വെൽത്തും കാര്യങ്ങളൊക്കെ മോഷ്ടിക്കുകയും ആൻഡ് ദെൻ ഓസ്ട്രേലിയയുടെ കൾച്ചർ നശിപ്പിച്ച് അവിടെ എന്താക്കി മാറ്റി യൂറോപ്യൻസിൻ്റെ കൾച്ചർ കൊണ്ടുവരികയും ചെയ്തു. The arrivals, a large number of immigrants to Australia from countries like China, Afghanistan, Japan, Europe, etc., caused the native people of Australia to face cross-cultural differences and crises. എന്താ പറഞ്ഞത്? അതെ, അതായത് നമ്മുടെ ഓസ്ട്രേലിയക്ക് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ലൈക്ക് ചൈന, അഫ്ഗാനിസ്ഥാൻ, ജപ്പാൻ, യൂറോപ്യൻ കൺട്രികളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കുടിയേറി വന്നു. അപ്പോൾ ഇത് കാരണമായിട്ട് അവിടുത്തെ നാറ്റീവ് പീപ്പിൾക്ക് ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്രോസ് ആയിട്ടുള്ളൊരു കൾച്ചർ. 2 വ്യത്യസ്ത കൾച്ചറുകൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അതുമൂലം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. Then look at the 6th stanza of the poem. Yet there are some like me turn gladly home from the lush jungle of modern thought. എന്താണ് പറയുന്നത്? ഇതൊക്കെ ആയാലും എന്നെപ്പോലെയുള്ള, അതായത് നമ്മുടെ പോയിറ്റിനെ പോലെയുള്ള ചില ആളുകളുണ്ട്. അവരെങ്ങനെയാണ്? ആധുനിക ചിന്തകളിൽ നിന്നും മാറി സന്തോഷത്തോടെ ഇങ്ങോട്ട് കുടിയേറി വന്നവരാണ്. ആ ലൈൻസ് ഒന്നുകൂടി ശ്രദ്ധിച്ചേ. Yet there are some like me, എന്നെപ്പോലെയുള്ളവരുണ്ട്. ടേൺ ഗ്ലാഡ്ലി ഹോം, നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നവർ, ടേൺ ചെയ്യുന്നവർ. ഇവിടെ ഹോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഫ്രം, എവിടെ നിന്ന്? ദ ലഷ് ജംഗിൾ ഓഫ് മോഡേൺ തോട്ട്, ആധുനിക ചിന്തകളിൽ നിന്നും എന്നെപ്പോലെയുള്ള ആളുകളുണ്ട്. നമ്മുടെ ഓസ്ട്രേലിയ ആദ്യത്തെ പോലെ ആക്കണം. അതിന് ഇത്തരത്തിലുള്ള ക്രോസ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കൾച്ചറൊന്നും ആവശ്യമില്ല. ഓസ്ട്രേലിയക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഹിസ്റ്ററി ഉണ്ട്, കൾച്ചറുണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, സോങ്സ് ഉണ്ട്. അതൊക്കെ തിരികെ കൊണ്ടുവരണം. അങ്ങനെ വരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ കഴിയുന്ന എന്നെപ്പോലെയുള്ള ആളുകളും ഉണ്ട്.
To find the Arabian desert of human mind. Here, the poet means that the people in Australia at that time were not using their minds productively. Their mind was as barren and infertile like the Arabian deserts. എന്താണ് പറയുന്നത്? ആ കാലത്തുണ്ടായിരുന്ന ഓസ്ട്രേലിയക്കാർ അവരുടെ മൈൻഡ് നന്നായി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്രയോജനപ്പെടുത്തിയിരുന്നില്ല. അവരുടെ മനസ്സ് അറേബ്യൻ ഒരു ഭൂമി പോലെ വരണ്ടതും അതുപോലെ ഇൻഫെർട്ടൈൽ ഫലഭൂഷ്ഠ ഇല്ലാത്തതുമായിരുന്നു. Hopins, if still from the desert the prophets come. ഇവിടെ നമുക്കറിയാം അറേബ്യൻ ഡെസേർട്ടിൽ നിന്നാണ് പ്രോഫറ്റ് അല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നും ജസ്റ്റ് ഇവിടെ പറഞ്ഞു കൊടുത്താണ്. അതായത് പ്രോഫറ്റ് വരും എന്ന് പറഞ്ഞാൽ അതെ നല്ല കാലം വരും, നല്ലത് വരും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. They find only the barrenness of the Arabian desert in the minds of the people here. പക്ഷേ ഇവിടെ അവർക്ക് കാണാൻ സാധിക്കുന്നത് അറേബ്യൻ മരുഭൂമി പോലെ ഒട്ടും തന്നെ ഒരു ഫലഭൂഷ്ടി ഇല്ലാത്ത, അതായത് പ്രൊഡക്റ്റീവ് അല്ലാത്ത മനുഷ്യ മനസ്സുകളെയാണ്. പക്ഷേ വി സ്റ്റിൽ ഹോപ്പ് ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രം ദ ഡെസേർട്ട് ദാറ്റ് പ്രോഫറ്റ്സ് കം. എന്നാലും ഞങ്ങളുടെ ഒരു വിശ്വാസം, ഹോപ്പ് ഇപ്പോൾ കൈവിട്ടിട്ടില്ല. കാരണം മരുഭൂമികളിൽ നിന്നാണ്, അറേബ്യൻ ഡെസേർട്ടിൽ നിന്നാണ് പ്രൊഫറ്റുകൾ വരുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. And the final stanza of the poem. Such savage and scarlet as snow green hills dire springs in that verse, some spirit which escapes the learned doubt, the chatter of cultured apes, which is called civilization over there. Scarlet which means blood red, അതായത് റെഡിഷ് ലാൻഡാണ്. അതായത് ചില ഓസ്ട്രേലിയ എന്ന് പറയുന്ന സാവേജ് ആയിട്ടുള്ള റെഡിഷ് ലാൻഡ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് സ്പ്രിംഗ് സീസണിൽ കൂടി നമുക്കൊരു പച്ച കുന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം നമുക്കറിയാം സ്പ്രിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പ്ലസൻറ്റ് സീസൺ. ഡ്യൂറിങ് ദിസ് സീസൺ ട്രീസ് പ്ലാന്റ്സ് ബ്ലൂം വിത്ത് ഫ്ലവേഴ്സ് ആൻഡ് ഗ്രീനറി ഓൾ അറൗണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിൽ അപ്പോഴും നമുക്കൊരു പച്ച കളർ കൂടി കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ചില സമയങ്ങളിൽ ചില വോയിസുകൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകതരം കൾച്ചർഡ് ആപ്സിൻ്റെ വോയിസ് ആണ് എന്ന് ആര് പറയുന്നു? ലേൺഡ് പീപ്പിൾ പറയുന്നു. ആൻഡ് അവർ അതിനെ സിവിലൈസേഷൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. The final stanza compares Australian culture to chatter of cultured apes, which is mistaken for modern civilization. ഇവിടെ ഓസ്ട്രേലിയൻ കൾച്ചറിനെ ഓതർ കമ്പയർ ചെയ്യുന്നത് ചാറ്റർ ഓഫ് കൾച്ചർഡ് ആപ്സ്, മനുഷ്യ കുരങ്ങുകളുടെ കൾച്ചറായിട്ടാണ്. ആൻഡ് ആളുകൾ അതിനെ മോഡേൺ സിവിലൈസേഷൻ ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. ആപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യ കുരങ്ങുകളാണ്, അതായത് വാലില്ലാത്ത കുരങ്ങുകൾ ലൈക്ക് ഗോറില്ല, ചിമ്പാൻസി, ഒറാങ്കുട്ടൻ, ഗിബൺ മുതലായവ മനുഷ്യ കുരങ്ങുകളാണ്. ആൻഡ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വന്ന കുടിയേറ്റക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് പലതരം ലാംഗ്വേജസ് ആണ് അവർ സംസാരിച്ചിരുന്നത്. അവരുടെ സംസാരം കേൾക്കുമ്പോൾ മനുഷ്യ കുരങ്ങുകളുടെ പുലമ്പുലുകൾ പോലെയാണ് കവിക്ക് തോന്നിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ കമ്പാരിസൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓസ്ട്രേലിയ എന്ന പോയം. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അനാലിസിസ് നോട്ട്സ് ആണ്. നമ്മുടെ ക്ലാസ് പൂർണ്ണമായിട്ടും കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വായിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. Finally, don't forget to subscribe. Thanks for watching.